പ്രത്യേക സിസ്റ്റം നമ്മൾ കാണാൻ പറ്റും. അത് വലിയ ക്രിയയിൽ പൂജയും പൂവൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പിലേക്ക് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അത് ആ മഹാക്ഷേത്രത്തിലും അതിൻ്റെ ചുറ്റുവശത്തും താമസിക്കുന്ന ആളുകൾ മിന്നലടിച്ച് ഇടിവെട്ടി ചത്തുകൊണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇടിവെട്ടിയിട്ട് അവിടെ പ്രദേശത്തെ ആൾക്കാർ അത് മരിക്കണ്ട. അതിനെ കൊണ്ടിടൂ ഈ കൊടിമരത്തിനേക്കാൾ വലിയ വീടുണ്ടാക്കണമെന്ന് നമുക്ക് കേൾക്കില്ല. പക്ഷെ ദൈവത്തിനേക്കാൾ ഈ വലുതാകണമെന്ന് നമ്മൾ പേടിപ്പിച്ച് നിർത്താൻ പറ്റും. ആ പേടിപ്പിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് അമ്പലത്തിൻ്റെ ഉള്ളിൽ അമ്പലത്തിനേക്കാളും വലിയ വീടുണ്ടാക്കരുത്. ഗുരുവായൂർ പോയി കിട്ടും. ഗുരുവായൂർ പോയ സ്ഥിതി അറിയില്ലേ? ഗുരുവായൂർ അമ്പലമാണ് അവിടുത്തെ ഏറ്റവും ചെറിയ പ്രോപ്പർട്ടി. അതിൻ്റെ മുന്നിലൊക്കെ അതിനേക്കാളും വലിയ പ്രോപ്പർട്ടികളാണ്. അപ്പോൾ അതൊക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ അന്ധവിശ്വാസ ജടിലമായ വാസ്തുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം റിജിഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തുവിൻ്റെ ബേസ്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ സുഹൃത്ത് ചോദിച്ച കാര്യം, വാസ്തു പഴയ വീട്ടിൽ എത്രത്തോളം പ്രാവർത്തികമാണ്? പഴയ വീട്ടിൽ എത്രത്തോളം പ്രാവർത്തിക്കാമെന്നൊക്കെ ചോദിച്ചാൽ, പഴയ വീട്ടിൽ വാസ്തു നിശ്ചയിക്കപ്പെട്ടത് സത്യത്തിൽ ഈ റൂഫ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. കാരണം അന്ന് വലിയ മരങ്ങൾ കൊണ്ടുവന്ന് ആംഗുലർ ഡിസ്റ്റോ സ്ലാബുമായി അടിച്ച് വാർക്കാനോ പറ്റില്ല. ആശാരി ചുമരളവുകൾ നിശ്ചയിച്ച് അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ അളവുകൾ നിശ്ചയിച്ച് അതിൽ കഴുക്കോല് ഭൂമിയിലിട്ട് കൂട്ടിയിട്ട് അവസാനത്തെ സ്കോറിംഗ് ആണ് ഈ റൂഫ് കയറ്റുന്നത്. ആ റൂഫ് കയറ്റുന്ന സമയത്ത് ആ റൂഫിൽ കറക്റ്റായിട്ട് ആ റൂഫിൽ കഴുക്കോലുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ വ്യക്തമായ ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം വീടുകൾ നിർമ്മിക്കപ്പെട്ടുള്ളത്. ആ ഗണിതങ്ങളുടെ അളവുകളാണ് നമ്മൾ വാസ്തു എന്ന് പറഞ്ഞ് ഇന്നും ഫോളോ ചെയ്യുന്നത്. ആ വാസ്തു അളവുകൾ ഒന്നുകിൽ ഈ അളവ് കഴിഞ്ഞാൽ അടുത്ത അളവ് എത്രയാണെന്ന് നിങ്ങൾ വാസ്തു വിദഗ്ധരോട് ചോദിച്ചാൽ പറയും അടുത്ത അളവ് ഇത്രയാണ് എന്ന്. അപ്പോൾ അത്രയും മരം വേണം, അല്ലെ അത്രയും വലുതാവണം ആ പ്രോപ്പർട്ടി എന്നതാണ്. അത് വാസ്തുശാസ്ത്രപ്രകാരമല്ലാതെ മരപരമായ കാഴ്ചപ്പാടാണ്. മരം റൂപ്പടിച്ച് ചെയ്യാനുള്ള വ്യക്തിഗതമായ കാഴ്ചപ്പാടാണ്. ഇപ്പം എന്തുകൊണ്ടാണ് വടക്ക് ഭാഗത്ത് നമ്മൾ അടുക്കള വേണമെന്ന് പറയുന്നത്? വടക്ക് ഭാഗത്ത് അടുക്കള വേണമെന്ന് പറയുന്നത് ഈ വടക്ക് ഈ മലബാറെ സംബന്ധിച്ചാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നാണ് കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അക്കാലത്ത് അടുക്കളയിൽ ചേരി, ചിരട്ട, ഈ പറയുന്ന വിറക്, ഓലക്കണ്ണിയൊക്കെ കത്തിച്ചിട്ട് ഈച്ചപ്പൊടിയൊക്കെ കത്തിച്ചിട്ടാണ് കുക്ക് ചെയ്യുക. അപ്പം അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ധാരാളം പുക ഉണ്ടാവും. ആ പുക പോവാൻ ആ തേങ്ങാക്കൂടിനുള്ളിൽ കൂടെ പുറത്തേക്ക് പോകും. തേങ്ങയും ഉണക്കും, പുകയും പുറത്തു. ഇതാണ് കൺസെപ്റ്റ്. അപ്പം ഈ വടക്ക് കിഴക്കേ മൂലയിലെ കാറ്റിനടിയോട് ചെയ്ത് ഈ പുക പുറത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ പുക മുഴുവൻ പടിയിലത്തേക്ക് ഇടനായിലേക്ക് കയറും. വേറെ എവിടെയും അടുക്കള വെച്ചാൽ ഈ ഒരൊറ്റ ജീവിതശൈലിയുടെ ഭാഗമാണ് വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കളയെ നിശ്ചയിപ്പിക്കപ്പെട്ടത്. ഇത് തമിഴ്നാട്ടിൽ വേറെ ആംഗിളിലാണ് കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സ്ഥലത്ത് വെക്കാനേ പാടില്ലാന്ന് പറയുമോ. അപ്പം ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ പുകയുടെ വിന്യാസം, അല്ലെ കാറ്റിൻ്റെ വിന്യാസം, കാറ്റിൻ്റെ പ്രവേശനം, അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കാലത്ത് വാസ്തു നിശ്ചയിക്കപ്പെട്ടത്. അപ്പം ഇപ്പം നമുക്ക് ഒരു ക്ലൂ ഉണ്ട് ഇതിനൊക്കെ. ഒരു ക്ലൂ, ഒരു പല ഐഡിയ പറയും. ഒരു പഞ്ചശിരസ് സ്ഥാപിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ തൊഴിലിട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു വാസ്തു പൂജ നടത്തിയാൽ മതി. ഇതൊക്കെ നമ്മളെ പറയുന്നത് ഒരു വിശ്വാസത്തിനെ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സത്യത്തിൽ ഇതൊന്നും നമ്മൾ അങ്ങനെ റിജിഡായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. ബേസിക് വാസ്തു, ക്രോസ് വെന്റിലേഷൻ, കറക്റ്റായുള്ള വെളിച്ചം, വ്യക്തമായ വീട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചിലക്കാർ തട്ടായിട്ട് വീടുണ്ടാക്കാം. ഇപ്പോൾ ഒരു കുന്നും ചെരുവ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പറയും ആ കുന്നും ചെരുവിൽ നമുക്കൊരു കാര്യം ചെയ്യാം, തട്ടായിട്ട് വീടുണ്ടാക്കാം. അതായത് കുന്ന് കട്ട് ചെയ്യാതെ ഒരു ഫ്ലോർ ചെയ്യും, അതിൻ്റെ അടിയിലുള്ള ആ താഴ്ചയിൽ അടുത്ത ഫ്ലോർ ചെയ്യും. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? ഈ വീടുണ്ടാക്കി 5-10 കൊല്ലം കഴിയുമ്പോൾ ഈ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിൻ്റെ ഈർപ്പം വരും. ഈ പറയുന്ന ടൈലും ഈ പറയുന്ന സിമെൻറ്റിൻ്റെ തേപ്പും എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ റൂമിൻ്റെ ഈ ഭാഗത്ത് വെള്ളം അങ്ങോട്ട് വീഴുന്നു. ഹിൽ ഏരിയയിലൊക്കെ അത്രയും കോൺസെപ്റ്റ് ചെയ്ത വീടുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വർഷക്കാലത്ത്. 6 മാസം മഴ പെയ്യുന്ന രാജ്യത്ത് അത്തരം ഒരു കോൺസെപ്റ്റ് ഭയങ്കര അപകടമാണ്. ഫുൾ വെള്ളമാണ് വീട്ടിലുള്ള. ഈ ചുമര് ഈറിനൊഴിക്കും, ആ ഈറൻ വേർത്ത് വെള്ളമായി മാറി ചോർച്ച വരും. അത്തരം വീടുകൾ പൊളിച്ചു മാറ്റേണ്ടി വരും. അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് പഴയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ അങ്ങനെ റിജിഡായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ വാസ്തുവിൽ ചായ്പായിട്ട് എടുക്കാമെന്നൊരു ഒരു ലൂപ്പ് ഹോൾ അത് കേട്ടിട്ടുണ്ടാവുന്നു. ഇപ്പോൾ തള്ളമര കഴിഞ്ഞാൽ ഒരു 4 ഇഞ്ച് താത്തിയിട്ടായിരിക്കും വരാന്തി ഉണ്ടാവും, ഒരു 4 ഇഞ്ച് താന്നിട്ടായിരിക്കും നമ്മളെ ഈ കിച്ചൻ്റെ ഏരിയ ഉണ്ടാവും. അത്
അളവിൽ വരാത്ത ഏരിയയാണ്, ചായ്പുകളാണ്. അപ്പോൾ ആ ചായ്പുകളെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ചായ്പുകൾക്ക് അത് പഴയ വീടിൻ്റെ റിനോവേഷൻ പാലക്കാട് കൊടുക്കും. അതിൽ നമ്മൾ വാസ്തു സെറ്റ് ചെയ്ത് കാണും. അപ്പോൾ ആ ചായ്പുകളിലൂടെ ഈ വീടിനെ ഡിസൈൻ ചെയ്യും. ഇവിടെ ബോർഡിൻ്റെ വരച്ച് കാണിക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ ആ ചായ്പുകൾ വെക്കുക. ചായ്പുകൾ വെക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് ടൈലറും കുറച്ചിട്ട് വാസ്തു സെറ്റായി എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് വാസ്തു ഫോളോ ചെയ്യാൻ പറ്റുക. അതൊക്കെ വാസ്തുവിൻ്റെ ലൂപ്പ് ഹോൾസാണ്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ വാസ്തുവിന് ലൂപ്പ് ഹോൾസും പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു വീടുണ്ടാക്കുന്ന ആളെ സംബന്ധിച്ച് പേടിയാണ്. നമ്മൾ പിന്നെ ഗൾഫിൽ പോയിട്ട് എന്താ പറയുക അക്കാമില്ലാതെ നടക്കാമെന്ന് പറയും. അതേമാതിരി അവസ്ഥ എപ്പോഴാണാലും അത് വിടും. എല്ലാം വാസ്തു സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ പറയാം ഇത് വാസ്തു ലേശം അങ്ങോട്ടാണോ പറഞ്ഞാൽ ആകെ കൂടി അതൊരു തലവേലി. അന്ന് വൈകുന്നേരം ഒന്ന് സ്കിറ്റ് ചെയ്ത് വീണാൽ അത് വിശ്വാസമായി. അപ്പോൾ ഇതിനെ ഭയങ്കര ബോറായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഒരവസ്ഥ.